ഇപ്പോൾ നിങ്ങൾ സ്നാപ്ചാറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ചാറ്റിൽ എങ്ങനെ സ്റ്റോറി അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാമറ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് ക്യാമറ ആക്കിയിട്ട് മാറ്റാം. അതുപോലെ തന്നെ ഫ്ലാഷ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള മ്യൂസിക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മ്യൂസിക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മ്യൂസിക് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റീടച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എറേസ് ചെയ്യാവുന്നതാണ്. പിന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AI ഫീച്ചേഴ്സ് കുറച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ കുറേ എഡിറ്റിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. കൂടുതൽ ഫിൽറ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു താഴെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫിൽറ്റർ തൽക്കാലം ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റോറി ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പോപ്പ് മെസ്സേജ് വരും. അതിൽ ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പുതിയ ഫോട്ടോ എടുത്തിട്ടല്ല സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്, ഗാലറിയിലുള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ആവുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഇവിടെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ബാക്കോട്ട് വന്നിട്ട് ഇവിടെ സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൈ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറീസൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്നാപ്ചാറ്റിൽ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.